ന്യൂസിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ സിദ്ധാർത്ഥൻ കേരളീയൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം പത്രത്തിൽ കണ്ടു, ഞാനും കണ്ടിരുന്നു സിദ്ധേട്ട, നമുക്ക് എന്താ ചെയ്യാൻ കഴിയുമോ, ഒരു ചാക്ക് അരിയോ ഒരു കുറച്ച് പഴയ തുണിയോ അവിടെ കൊണ്ടുപോയി കൊടുക്കാം, അതുമാത്രമാണ് ഇതുവരെ എല്ലാവർക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്, അതൊരു വലിയ പ്രോജക്റ്റ് ആയിരിക്കും, നമുക്ക് എന്താ ചെയ്യാൻ കഴിയാമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഉമ്മ ഒരു കാര്യം ചെയ്യൂ, എത്രയും പെട്ടെന്ന് അവിടെ പോയി അത് എന്താണ് അവരുടെ ബുദ്ധിമുട്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ഇത് ഒരു കരിയിൽ ഒതുങ്ങുന്ന പ്രശ്നമല്ല എന്നും പ്രാഥമിക ആവശ്യങ്ങളെക്കുറിച്ചും അടിസ്ഥാന വിദ്യാഭ്യാസത്തെക്കുറിച്ചും പോഷകാഹാരങ്ങളെക്കുറിച്ചുമുള്ള ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ, പാർപ്പിട സൗകര്യം, അങ്ങനെ പലതും ഉണ്ടെന്ന് മനസ്സിലായി. ആദ്യം ഞങ്ങൾ ഈ ഒരു മൾട്ടി പർപ്പസ് ഹോൾ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ച് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഈ ഒരു ഹോൾ ഉണ്ടാക്കി. അതിനുശേഷം ഞങ്ങൾ ഇവിടെ ഒരു 3 വീട്, ബാത്റൂം, കുളിമുറി, പിന്നെ അവർക്ക് ആഴ്ചയിൽ 2 ദിവസം പോഷകാഹാരം, പിന്നെ അടിസ്ഥാന വിദ്യാഭ്യാസം, പിന്നെ സ്വയം തൊഴിൽ എന്നീ പ്രോജക്റ്റുകൾ ഉണ്ടാക്കി അതിന് വേണ്ട സ്ഥാപനങ്ങളൊക്കെ സംഘടിപ്പിച്ച് ഇപ്പോൾ ഇന്ന് ഉദ്ഘാടന കർമ്മത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. 6 വയസ്സുള്ള ഒരാൾക്ക് പല്ല് തേച്ച് കൊടുത്തിട്ടുള്ള ആളാണ്. അതേപോലെ കോളറ ഉണ്ടായി ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ ഒരുപാട് ആളുകൾ മരിച്ചപ്പോൾ ആ മരിച്ചപ്പോൾ ഈ കോളറ പകരുമെന്ന് പറഞ്ഞ് പലരും ചെല്ലാത്ത സ്ഥലത്ത് 2 മുളയിൽ ഒരു ചാക്ക് കെട്ടി പാവപ്പെട്ട ആളുകളെ ഈ പറഞ്ഞ കോളറ രോഗികളെ അതിൽ എടുത്തുകൊണ്ടുപോവുകയും കൂടാതെ അങ്ങനെയുള്ള രോഗികളെ മരിച്ചത് കുഴിച്ചിടാനും എല്ലാം കൂടി അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ്. കൂടാതെ നമ്മുടെ ലക്ഷദ്വീപിലുള്ള കുറേ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹത്തിനെ കൊണ്ട് കഴിയാവുന്ന അത്രയും അവരെയൊക്കെ കൊണ്ട് പലരെയും ഡോക്ടറാക്കിയിട്ട് ഒരു വർഷം മുൻപ് ജനുവരി 15-ാം തീയതി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കേരളീയൻ ഫൗണ്ടേഷൻ്റെ പേരിലുള്ള ഒരു അവാർഡ് സ്വീകരിക്കാൻ വേണ്ടി ഞാൻ അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കൊണ്ട് പഠിച്ച ഒരുപാട് പ്രോജക്റ്റ് ഉണ്ടെന്നും അതിനുള്ള ഒരു ധൈര്യം അതിന് ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ പ്രോജക്റ്റ് തന്നെ എടുക്കുമ്പോൾ ഇവിടെ ഈ മലയിൽ രാത്രി 12 മണി വരെ നിങ്ങൾ പണിയുന്നുണ്ടെങ്കിൽ ഞാൻ ആ പണിക്കാരോടൊപ്പം ഇവിടെ ഉണ്ടാകും. എന്തുകൊണ്ട് വെച്ചാൽ പ്രായപൂർത്തിയായ ഒരുപാട് പെൺകുട്ടികളുള്ള ഒരു സ്ഥലമാണ്. പല ദിവസങ്ങളിൽ 12 മണിക്ക് 2-3 പെട്രോമാക്സ് പഠിച്ച് ഞങ്ങൾ ഈ വഴിക്ക് ഇറങ്ങിപ്പോകും. എന്തുകൊണ്ട് വെച്ചാൽ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഞങ്ങൾ അറിയാതെയോ അറിഞ്ഞോ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കഴിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട പാലക്കാട് MP ശ്രീ കൃഷ്ണദാസ് അവർക്ക് ശാന്തിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. പ്രിയപ്പെട്ട സിദ്ധാർത്ഥേട്ടന് ശാന്തിയുടെ പേരിൽ ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു.
എത്രമാത്രം കൊടുത്താലും മര്യാദ അവർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ മീനാക്ഷി ചാത്തൻകുട്ടി, മരിച്ച ചാത്തൻകുട്ടിയുടെ ഭാര്യയാണ് മീനാക്ഷി. മീനാക്ഷിക്കാണ് ആദ്യത്തെ വീട് നമ്മൾ കൊടുക്കുന്നത്. മീനാക്ഷി. സുന്ദരൻ. ഈ വീടിന് വേണ്ടി ബാലവേലയായാലും നമുക്ക് കഴിയാവുന്ന ഇഷ്ടിക ഒരു ദിവസം 25 ഇഷ്ടിക വെച്ച് 30 ഇഷ്ടിക മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരുന്നതുകൊണ്ടാണ് സുന്ദരന്റെ അച്ഛനെയും അമ്മേനെയും ഒഴിവാക്കിയിട്ട് സുന്ദരന്റെ കയ്യിൽ താക്കോൽ കൊടുക്കുന്നത്. പിന്നെ കൊണ്ടുവരുന്നത് തന്നെ ഇവിടെ ഭയങ്കര കരച്ചിലാവും. ഒരു ദിവസം 2 ചാക്ക് മെറ്റിലെങ്കിലും പല സമയമായി 15 പ്രാവശ്യമായിട്ട് ഇവിടെ എത്തിക്കും ഇയാള്. ഇത് വേണ്ട എന്ന് പറഞ്ഞ സുന്ദരൻ കഴിയും. അപ്പൊ സുന്ദരനെ ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ബാലവേല വേണ്ടാന്ന് ഞങ്ങൾക്കുണ്ട്. പക്ഷെ അടുത്ത പോലെ സുന്ദരൻ സ്കൂളിൽ ചേരാനും പഠിക്കാനും സുന്ദരന് വേണ്ടി 15 ഫ്ലൈറ്റും ഒക്കെ ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കേരളീയൻ ഫൗണ്ടേഷന്റെയും പ്രവർത്തകർ വലിയ ഒരു കടമയാണ്. ഒരു സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകൾക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും എന്ന ഒരു വലിയ കടമയാണ് നിർവഹിച്ചിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നമ്മൾ നമ്മുടെ വീട്ടിലെ കുട്ടികളോട് ചെയ്യുന്ന അതേ രൂപത്തിലുള്ള ഒരു ശ്രദ്ധ, ഒരു കരുണ കൂടി നമുക്ക് ഒരുക്കി കൊടുക്കാൻ വേണ്ടി കഴിയും. മാതൃകയിലെ ചെയ്യാമെന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ പോരും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പാവം വന്നാൽ ഞങ്ങളൊരു മനസ്സം വരാം. അപ്പൊ അവരൊരു ചേച്ചി നല്ല ചേച്ചിയെന്ന് മനസ്സിൽ തോന്നിയിട്ട് ഞങ്ങളെല്ലാവരും പാവമുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മളെ ഓടി വന്ന് നമ്മളെല്ലാം മാരി നോക്കുന്നുണ്ട്. ആ ചേച്ചി നമ്മളൊന്നും മരിക്കാതെ നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും കൂടി നമ്മൾ സന്തോഷം വേണം.